സ്പാകളെ കുറിച്ചുള്ള കേരളത്തിലെ അഭിപ്രായം എന്താണ്? അതല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത്ര നല്ല അഭിപ്രായമല്ല അല്ലേ? സ്പാകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. പലയിടത്തും ഇത് നടത്തുന്നവരുടെ കയ്യിലിരിപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. കേരളത്തിലെ ചീത്തപ്പേരിന് കാരണം എനിക്ക് തോന്നുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്പാകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ചുള്ള അവബോധം കൃത്യമായി നമ്മൾ പ്രദേശവാസികൾക്ക് മുതൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് വരെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ സ്പാകളുടെ നിലവാരം ഉയർത്തണം. നമ്മൾ അതിന് ചീത്തപ്പേര് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അടുത്തിടെ വയനാട്ടിലുണ്ടായതുപോലെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധത്തെ നമ്മൾ നേരിടേണ്ടി വരും. കേരളത്തിൽ വലിയ സ്കോപ്പുള്ള ടൂറിസം ഏരിയയാണ് സ്പാ എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥയും ആയുർവേദവും എല്ലാമാണ്. ഈ സാധ്യതകളെ നമ്മൾ എന്തിനു തള്ളിക്കളയണം? ഇതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ബ്രിട്ടീഷ് മോഡലായ നവോമി ക്യാമ്പൽ 2012 കേരളത്തിലെ സ്പായെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം വിപണിയിൽ വളരെയൊരു സാധ്യത നമുക്ക് തുറന്നു തന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ തിരുവനന്തപുരത്തുള്ള ലീല കോവളം റിസോർട്ടിൽ ഒരു ഫേക്ക് നെയിമിൽ വന്ന് താമസിച്ച് സ്പായിൽ യോഗ ട്രീറ്റ്മെൻറ്റ് മുതൽ എല്ലാ ട്രീറ്റ്മെൻറ്റും നടത്തുകയും അവർ മനസ്സ് ശാന്തമാക്കുകയും ചെയ്തുവെന്നാണ് അന്ന് നവോമി ക്യാമ്പൽ ഒരു അഭിമുഖത്തിൽ അവകാശപ്പെട്ടത്. വലിയ സ്ട്രെസ്സിലായിരുന്ന നവോമി ക്യാമ്പൽ താൻ സിമ്പിളാണെന്ന് കാണിക്കാനല്ല ഇങ്ങനെ ചെയ്തത്. നമ്മളൊക്കെ തമാശയെന്നോണം കണ്ട ഒരു പഴയ റീൽ ഓർമ്മയില്ലേ? നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറയുന്ന ഒരു ഡയലോഗ്: ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് ആവാനിടമില്ലാത്തൊരു നാട്ടിൽ എങ്ങനെ ആളുകൾ താമസിക്കും? ഇതൊക്കെയുള്ളൊരു നാട് നമ്മൾ മാടി വിളിച്ചാൽ അവരങ്ങോട്ട് പോകില്ലേ? തമാശയായി പലരും കണ്ട ഒരു കാര്യമാണിത്. എന്നാൽ അതിനുള്ളിൽ വലിയൊരു സത്യമുണ്ട്. ഈ തിരക്കേറിയ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്ട്രെസ് ഫ്രീ ആയിരുന്ന് ഒരു നല്ല മസാജും സ്റ്റീം ബാത്തും ഒക്കെ ആസ്വദിച്ചിരിക്കാൻ ആഗ്രഹിക്കാത്തവർ എത്ര പേരുണ്ടാവും? നമ്മൾ പണ്ടത്തെ ജോലിയും ഇപ്പോഴത്തെ ജോലിയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ജോലികളാണെന്ന് യുവജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ ഇന്നത്തെ ജനറേഷനെ സംബന്ധിച്ച് എല്ലാവരും റിജുവിനേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്ട്രെസ്സ് മാറാൻ വേണ്ടിയിട്ട് പല ലഹരിയുടെയും പുറകിൽ പോകുന്ന ആൾക്കാരാണ്. സത്യത്തിൽ നമുക്കിന്ന് ആയുർവേദം തന്നിരിക്കുന്ന മനസ്സിനും ശരീരത്തിനും ഡീടോക്സ് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമുക്കിന്ന് നമ്മുടെ സ്പാ തുടങ്ങിയുള്ള കേന്ദ്രങ്ങളിലുണ്ട്. പലപ്പോഴും ഡ്രഗ് അഡിക്ട്സൊക്കെ ആയി പോകുന്ന ആൾക്കാർ പറയുന്ന ഒരു വലിയൊരു ക്ലീഷേ ഡയലോഗാണ്: അവർ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ ആദ്യമായിട്ട് പോയി പെട്ടത് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഇപ്പോൾ അതാണ് കാര്യമെങ്കിൽ ഒന്നും ആലോചിച്ച് നോക്കി. നമുക്ക് ഇവിടെ തരുന്ന പല ഫെസിലിറ്റികളും, അതായത് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഈ പറയുന്ന സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്ന പല ഫെസിലിറ്റികളും ഇന്ന് ആയുർവേദ സ്പാകളിൽ നമുക്ക് ലഭ്യമാണ്. ശരിക്കും എന്താണ് സ്പാ? എങ്ങനെയാണ് കേരളത്തിലെ സ്പാ സെൻ്ററുകൾ ഒരു ടൂറിസ്റ്റിനെ സ്വാധീനിക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു സ്പായുടെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏതാണ്ട് ഏൻഷ്യൻ ടൈംസിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇടം പിടിക്കുന്നതായി കാണാൻ പറ്റും. കൃത്യമായ ഒരു ഉത്തരമില്ലെങ്കിലും സിറ്റി ഓഫ് സ്പാ എന്നാണ് ബെൽജിയം അറിയപ്പെട്ടിരുന്നത് എന്നാണ് ഒരു വാദം. മറ്റൊരു വാദമാണ് പുരാതന റോമക്കാരുടെ പബ്ലിക് ബാത്തുകളായ തെർമിയ എന്നറിയപ്പെടുന്ന നിർമ്മിതികളുമായി ബന്ധപ്പെട്ടത്. കാരണം ഈ നിർമ്മിതികൾ അവർ യൂസ് ചെയ്യാറുണ്ടായിരുന്നത് തന്നെ മെൻ്റൽ റിലാക്സേഷൻ, സോഷ്യലൈസേഷൻ, പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു. ഇങ്ങനെ പോകുന്നു സ്പായുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ. എന്നിരുന്നാലും സ്പാ എന്ന വാക്കിന് അതിന് പിന്നിൽ വെള്ളത്തിലൂടെ ആരോഗ്യം എന്ന അർത്ഥം വരുന്ന സാനോസ് പെർ ആക്വം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ പറയുന്ന സ്പാ എന്ന വാക്ക് വരുന്നത്. ഇനി കോമൺ ആയ ചില സംശയങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് സ്പാ മുന്നോട്ട് വയ്ക്കുന്ന സർവീസസ് എന്ന് നോക്കാം. അതായത് സ്പാ എന്ന് പറഞ്ഞാൽ മസാജ് സെൻറ്റർ മാത്രമെയാണ് ആൾക്കാർ ഇപ്പോഴും ഇതിനെ കാണുന്നത്. എന്നാൽ സ്പാ ശരിക്കും മസാജ് സെൻറ്റർ മാത്രമല്ല, മറിച്ച് ഹെൽത്ത് ആൻഡ് വെൽനെസ് പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. സ്പാകൾ സ്ട്രെസ് റിലീഫിന് വേണ്ടിയും ബ്ലഡ് സർക്കുലേഷൻ തുടങ്ങി ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടിയുമുള്ള എല്ലാ ആക്ടിവിറ്റീസും സ്പാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് മസാജ്, ഫേഷ്യൽസ്, ബോഡി സ്ക്രബ്സ്, ഹൈഡ്രോതെറാപ്പി, സ്റ്റീം ബാത്ത് തുടങ്ങിയ എല്ലാ സർവീസുകളും സ്പായിൽ നമുക്ക് ലഭിക്കും. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ പ്രചാരത്തിലുള്ള സ്പാ സെൻ്ററുകളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് ആയുർവേദ മസാജ്. അതായത് നല്ല നാടൻ ഒഴിച്ചിൽ. നമ്മൾ വീടിൻ്റെ ബാക്കിലൊക്കെ അല്ലെങ്കിൽ മുറിയിലിരുന്ന് തേച്ച് ഒഴിച്ചിലൊക്കെ നടത്തുന്നതിന് പകരം ബാക്ക് വാട്ടേഴ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫ്രഷ് മൈൻഡായി തീർത്തും സ്ട്രെസ് ഫ്രീ ആയി ആസ്വദിക്കുന്നതിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. അതിൻ്റെ ഭംഗിയും ബ്യൂട്ടിയും അറിയുന്നതുകൊണ്ടാണ് കടൽ കടന്നും ആളുകൾ ഇവിടെ സ്പാ തേടിയെത്തുന്നത്. അതുപോലെ തന്നെ ബോഡി സ്ക്രബ്സ്, ഹൈഡ്രോതെറാപ്പി തുടങ്ങി എല്ലാ തരത്തിലും ബോഡിക്ക് നല്ല റിലീഫും റിലാക്സേഷനും നൽകുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് ഇന്നും ഈ മേഖലയ്ക്ക് നല്ല ഡിമാൻഡ് നിലനിൽക്കുന്നത്. എത്രത്തോളമാണ് ഈ മേഖലയുടെ ഡിമാൻഡ് എന്ന് മനസ്സിലാക്കാൻ അധിക ദൂരമൊന്നും പോകേണ്ട. കേരളത്തിൻ്റെ സ്റ്റേറ്റ് ടൂറിസം വരുമാനത്തിൻ്റെ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വെൽനസ് ടൂറിസം സെക്ടറാണ്. അതിൽ തന്നെ വെൽനസ് ടൂറിസത്തിൻ്റെ ഏറ്റവും മികച്ച കണ്ണിയാണ് സ്പാ സെൻ്ററുകൾ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ആയുർവേദയുടെ പ്രഭവ കേന്ദ്രമായ കേരളത്തിൽ വലുതും ചെറുതുമായ ഒട്ടനവധി സ്പാ സെൻ്ററുകളുണ്ടല്ലോ. കേരളത്തിലെ സ്പാ സെൻ്ററുകൾ കൊണ്ടുവരുന്ന വെറൈറ്റികൾ എന്താണെന്ന് നോക്കാം. അതിൽ ആയുർവേദ സ്പാ ഉണ്ട്, വെസ്റ്റേൺ സ്പാ ഉണ്ട്, ലക്ഷൂറിയസ് സ്പാ ഉണ്ട്,
അങ്ങനെ പല രീതികളിൽ നിന്ന് വെറൈറ്റികളായിട്ട് സ്പാകൾ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്. 2022 സംസ്ഥാന ടൂറിസം മേഖല 35,168 കോടി വരുമാനം രേഖപ്പെടുത്തി. ഇതിൻ്റെ 70 മുതൽ 80% വരെ 28,134 കോടി വരെ ആയുർവേദ സംബന്ധമായ സേവനങ്ങളിൽ നിന്നാണ് ലഭിച്ചതെന്നാണ് കേരളം ടൂറിസം സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആഗോള ആരോഗ്യ സൗന്ദര്യ വിപണി 2025 കൂടി 1.2 ട്രില്യണിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ആയുർവേദത്തിൻ്റെ സോഫ്റ്റ് പവർ ഉപയോഗിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ്. എന്നിരുന്നാലും കേരളത്തിലെ ആയുർവേദ റിട്രീറ്റുകളും ആശ്രമങ്ങളും ലോകമെമ്പാടുമുള്ള ടൂറിസത്തിന് ആവശ്യമായ ഡിജിറ്റൽ ശ്രദ്ധ ലഭിച്ചിട്ടില്ല. ഉദാഹരണത്തിന് 2022 കേരളം 18.8 lakhs ഇന്റർനാഷണൽ വിസിറ്റേഴ്സിനെയാണ് ആകർഷിച്ചിട്ടുള്ളത്. ആയുർവേദ ടൂറിസത്തിനായി പ്രത്യേകം വരുന്നവരുടെ എണ്ണം 15 മുതൽ 20% മാത്രമാണെന്ന് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് കാരണം യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ മുതിർന്ന വിപണികളിൽ ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളുടെയും ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും പര്യാപ്തത ഇല്ലായ്മയാണ്. മെച്ചപ്പെടുത്താനുള്ള വഴികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാറ്റ ഡ്രിവൺ മാർക്കറ്റിംഗ്, അതായത് ഗൂഗിൾ ട്രെൻഡ് അനാലിസിസ് പ്രകാരം ആയുർവേദ റിട്രീറ്റ് എന്നതിനുള്ള ഗ്ലോബൽ സെർച്ചുകൾ 2020 മുതൽ 65% വർദ്ധിച്ചിട്ടുള്ളത്. ഇത് ലിവറേജ് ചെയ്ത് SEO, സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റാഗ്രാം പോലുള്ള ഹാൻഡിൽസുകൾ അല്ലെങ്കിൽ വെർച്വൽ ടൂർ പോലുള്ള ഇൻട്രാക്റ്റീവ് ക്യാമ്പയിനുകൾ അത് സന്ദർശകരിലേക്ക് നമ്മൾ എത്തിക്കണം. സ്പെഷ്യലൈസ്ഡ് പാക്കേജുകൾ, അതായത് യോഗ, ആയുർവേദ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, മെഡിക്കൽ ടൂറിസം, വിസ ഫെസിലിറ്റി തുടങ്ങിയവ വിദേശ വിപണികളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് തുടങ്ങിയവയെല്ലാം നമുക്ക് വളരെ ആകർഷണീയമായി കൊടുക്കാൻ സാധിക്കണം. നീതി ആയോഗിൻ്റെ 2023 റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർക്കാർ 500 കോടി മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഫോക്കസ് ചെയ്താൽ 2030 ആയുർവേദ ടൂറിസത്തിൻ്റെ വാർഷിക വരുമാനം 50,000 കോടി കവിയുമെന്നാണ്. കേരളത്തിൻ്റെ ആയുർവേദ ടൂറിസം ഒരു ഹിഡൻ ജെമ്മാണ്. എന്നാൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഗുണനിലവാര നിയന്ത്രണം, ഗ്ലോബൽ കൊളാബറേഷൻ എന്നിവയിലൂടെ മാത്രമേ ഈ മേഖലയുടെ സാമ്പത്തിക സാമൂഹ്യ സ്വാധീനം പൂർണ്ണമായും ഉടമസ്ഥാവകാശം നേടാനാവൂ. ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കേരളത്തിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആയുർവേദത്തിൻ്റെ ക്യാപിറ്റൽ കേരളമാവും എന്നുള്ളതിൽ 100% ഉറപ്പാണ്.